കോഴിക്കോട് പിടിയിലായ ബംഗ്ലാദേശി പൗരൻ മുഹമ്മദ് ഹസൻ അലിയെ കസ്റ്റഡിയിൽ വാങ്ങി മാവൂർ പോലീസ്. ഹസൻ അലിയുടെ കേരളത്തിലെ താമസ കാലയളവും എവിടെയൊക്കെ ജോലി ചെയ്തു എന്നതുമാണ് പ്രധാനമായും പരിശോധിക്കുക. ഇക്കഴിഞ്ഞ 29-ാം തീയതിയാണ് മാവൂരിൽ മറ്റ് 2 ബംഗ്ലാദേശികൾക്കൊപ്പം മുഹമ്മദ് ഹസൻ അലിയും പിടിയിലാകുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, ഈ പിടിയിലാകുന്ന ബംഗ്ലാദേശികൾക്കൊക്കെ അവർക്ക് പിന്തുണ നൽകാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കണ്ടെത്തിയതാണ്. അവർക്ക് മതം പഠിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നു, അവർക്ക് ആധാർ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റ് രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവരെ സഹായിക്കുന്ന ഈ ബംഗ്ലാദേശികളെ കേരളത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു നെറ്റ്വർക്കിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാന സംശയം, അല്ലേ അനഘ? തീർച്ചയായും പ്രജിത്ത്, ഈ കഴിഞ്ഞ 29-ാം തീയതിയാണ് കോഴിക്കോട് മാവൂരിൽ വെച്ച് 3 ബംഗ്ലാദേശി സ്വദേശികൾ പിടിയിലാകുന്നത്. മുഹമ്മദ് ഉല്ല ഹുസൈൻ, അതുപോലെ മുഹമ്മദ് മെഹദി ഹസൻ, മുഹമ്മദ് ഹസൻ അലി, ഇങ്ങനെ 3 പേരായിരുന്നു ഈ മാവൂരിൽ വെച്ച് പിടിയിലായത്. ഈ പിടിയിലായവരിൽ ഈ മുഹമ്മദ് ഹസൻ അലിയെയാണ് ഇപ്പോൾ മാവൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ വാങ്ങി പ്രധാനമായും അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുക എവിടെയൊക്കെയാണ് കേരളത്തിൽ താമസിച്ചത്, മാത്രമല്ല കേരളത്തിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും വിശദമായി ചോദിച്ചറിയുക. മറ്റൊന്ന്, ഇയാൾ താമസിച്ച സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മറ്റ് 2 പേരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം സമാനമായി ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ കേസിൽ കേന്ദ്ര ഏജൻസികളടക്കം എത്തി ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേന്ദ്ര ഏജൻസികൾ പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണ്, ആരാണ് കേരളത്തിലടക്കം ഇവർക്ക് ഇത്രയധികം സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെയും അതുപോലെ തന്നെ ബംഗാളിൽ ഇതിനുവേണ്ടി ഏത് ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത്, ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്തായാലും പുരോഗമിക്കുന്നത്. ഇവരെ പിടിയിലാകുന്ന ഈ 3 പേരെയും പിടിയിലാകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ബംഗ്ലാദേശി പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടായിരുന്നു, സിം കാർഡുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ യാതൊരുവിധ, അതായത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇവിടെ 2025-ലാണ് ഈ 3 പേരും കേരളത്തിലെത്തിയത്. കേരളത്തിലെത്തി മലപ്പുറം കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളായി തൊഴിലെടുത്ത് ജീവിച്ചു പോകുന്നത്. അതിനുശേഷം പിന്നീട് മാവൂരിലേക്ക് മാറുന്നു. മാവൂരിൽ വെച്ചാണ് ഈ 3 പേരും പിടിയിലായിരിക്കുന്നത്. ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇവരിൽ നിന്ന് കൃത്യമായി അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയണം ആരാണ് ഇവരുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു കണ്ണി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് കണ്ടെത്തേണ്ടത്. ആ രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ബംഗ്ലാദേശ് സ്വദേശിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഇവരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ബംഗ്ലാദേശിൽ നിന്ന് കടന്നത് ബംഗാൾ വഴിയാണ് ഭാരതത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു. ബംഗാളിൽ നിന്നാണ് ആധാർ കാർഡും സിം കാർഡും അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്നൊരു ഏജൻസി ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഒരാളിൽ നിന്ന് 10,000 മുതൽ രൂപ ഇതിന് ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു ഏജൻസി കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബംഗാളിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നു. കേരളത്തിൽ വെച്ച് എവിടെയൊക്കെയാണ് തൊഴിലെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മറ്റൊരു ഏജൻസി ഇവർക്ക് പിന്നിൽ അങ്ങനെ ഇവരെ ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഇവിടെ നിന്ന് സമ്പാദിക്കുന്ന പണം ബംഗ്ലാദേശിലേക്ക് ഇവിടെ നിന്ന് അയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയക്കുന്നതിനും ഒരു ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഏജൻസിയിലേക്കാണ് ഇവർ പണം നൽകുന്നത്. അവർ അതിനും ഒരു കമ്മീഷൻ എടുക്കും. അതിനുശേഷമാണ് ഇത് ബംഗ്ലാദേശിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കൃത്യമായി ഇവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പ്രജിത്ത്.